നമസ്കാരം. റെഡ് കാർപ്പറ്റിന്റെ മറ്റൊരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ജന ചേച്ചിയും ജയകുമാരേട്ടനും ഇവിടെ അതേ ആവേശത്തോടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരെയും വെൽക്കം ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. അപ്പോൾ ജയകുമാരേട്ട, അഞ്ജന, രണ്ടുപേർക്കും ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇത്രയും നേരം സമയം ചെലവഴിച്ചിട്ട്? നിങ്ങൾ ഷൂട്ടിന്റെ തിരക്കിൽ നിന്ന് ഓടി നമ്മൾ വിളിച്ചപ്പോൾ ഓടി വന്നതാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അവിടെ തന്നെ നിന്നാ മതിയായിരുന്നു എന്ന് തോന്നിയോ? ഇത് ശ്വാസിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് നിങ്ങളുടെ വിശേഷം അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാരുടെ നിരന്തര ചോദ്യങ്ങൾക്കൊരു ഉത്തരം നമ്മുടെ അമൃത TV ആയതുകൊണ്ട് എന്റെ ഉത്തരവാദിത്വമാണല്ലോ അത്. അപ്പോഴാണ് നിങ്ങളോട് ചോദിച്ചത്. ഞാൻ എൻജോയ് ചെയ്തു. കാര്യം എനിക്ക് എന്തായാലും റെഡ് കാർപ്പറ്റ് വരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഒരു അവസരത്തിലാണ്ട് കുറച്ചുകൂടെ സന്തോഷം. യെസ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇനി നിങ്ങളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രോജക്ട്സ് ആണ് ഇനി കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഉരുളക്കുപ്പേരി, നമ്മുടെ ഫാമിലി, അത് അങ്ങനെ പോകുന്നു. അത് കൂടാതെ ജയകുമാരേട്ടൻ എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ? ഈ വർഷം സിനിമ വന്നിട്ടുണ്ട്. രണ്ട് സിനിമ. അത് ഷൂട്ടിംഗ് ആയിട്ടില്ല. ഞാൻ മെയിൻ വേഷം ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഷൂട്ട് തുടങ്ങട്ടെ. ഇനി അഞ്ജനയുടെ അങ്ങനെ ഇവിടെ പറയുന്നത് കേട്ടു, അഞ്ജന ഒരു പ്രധാന വേഷത്തില് വരുന്ന ഒരു സിനിമ. അതെന്താണ് അതിന്റെ വിശേഷങ്ങള്? അതിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അത് പക്ക സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാ. അതായത് ഈ തുമ്പിയെ കൊണ്ട് വലിയൊരു കാര്യങ്ങളൊക്കെ എടുത്ത എങ്ങനെയുണ്ട് അതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളാണ്. ഡയറക്ടർ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ജസ്റ്റ് ത്രെഡ് പറഞ്ഞു. അപ്പോഴേ വിചാരിച്ചു ഇത് പണിയാണ്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്കൊരു വലിയൊരു ബ്രേക്ക് തരും ഉറപ്പായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈവൻ റിഹേഴ്സൽ പോലും ഉണ്ടായില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പിന്നെന്ന് വെച്ചാൽ പലയിടത്തും എൻ്റെ പേരുകൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ അയ്യോ അഞ്ജന കോമഡി ചെയ്യണല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് എൻ്റെ വേഷങ്ങൾ പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വിഷമം തീർക്കാനുള്ളൊരു ഇതായിരിക്കും. പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. കരിയറിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു വർഷമാണ് എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? കാരണം ഈ ടൈപ്പ് കാസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഓക്കെ കോമഡി ചെയ്യുന്ന ഒരു കോമഡി മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സീരിയൽ ചെയ്യുന്ന ഒരു സീരിയലും, അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇടയിൽ ഇതേപോലുള്ള ആർട്ടിസ്റ്റുകൾ വന്നത് പെർഫോം ചെയ്ത് തെളിയിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള. ഫിലിംസിലാണെങ്കിലും കോമഡി എന്ന് പറഞ്ഞാൽ ലേഡീസിന് ഒരു പരിധി കൂടുതൽ ഒരുപാട് സംഭവമൊന്നുമില്ല. ഒന്നോ രണ്ടോ സീനേ ഉള്ളൂ. പക്ഷെ നല്ല സീൻ ആയിരിക്കും, എന്നാലും നമുക്കൊരു മനസ്സുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല. സോ എന്തായാലും നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. ശരി, ഇനി നമുക്ക് ഇവരുടെ അടുത്ത്, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും. ഓരോരുത്തർ മാറി മാറി ചോദിക്കും. അപ്പൊ നിങ്ങൾ ഫണ്ണി ആയിട്ടുള്ള അപ്പം മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും ഒരു കുനിഷ്ഠ ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ? അപ്പൊ ആദ്യം അഞ്ജന. ചെറിയ കാര്യങ്ങളിൽ വരെ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷം കണ്ടെത്തും. എന്ത്? ഐസ്ക്രീം. ഐസ്ക്രീം എപ്പോ കണ്ടാലും മനസ്സിൽ അറിയാതെ ഒരു സന്തോഷം. ഓക്കെ, അങ്ങനെയാണ്. ചേട്ടന് എന്തായിരിക്കും അത് ചെറിയ കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുന്നത്? എന്താണ്? വെറുതെ ഇരിക്കുമ്പോൾ. അതെ, വെറുതെ ഇരിക്കുക വല്ലാത്തൊരു സന്തോഷം. ശരിയാണ്. ഇനി സ്വഭാവത്തിലൊരു കാര്യം മാറ്റണം എന്ന് വിചാരിക്കുന്നു, പക്ഷെ മാറ്റാനും പറ്റുന്നില്ല. അതെന്തായിരിക്കും? അത് എൻ്റെ ഒരു ദുസ്വഭാവമാണ്. അതെന്താണ്? അതായത് ഞാൻ ഈ പൊടി വലിക്കാറുണ്ട്. ഓ, അത് ശരിയാണ്. അത് മാറ്റണം എന്നുള്ളത് ആഗ്രഹമുണ്ട്. അഞ്ജനയ്ക്കോ? പെട്ടെന്ന് എല്ലാരും വിശ്വസിക്കും, പണിയും വാങ്ങിക്കും. അത് നന്നാവാൻ തീരുമാനിച്ചിട്ട് നന്നാവുന്നില്ല. അത് മാറ്റണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ മാറ്റാൻ പറ്റുന്നില്ല. ഇനി അഞ്ജനയോടാണ്. അഞ്ജനയ്ക്ക് വല്ലാത്തൊരു അഡിക്ഷൻ ആണ് ഈ ഒരു സംഭവത്തിനോട്. എന്ത് സംഭവം? പാട്ട് കേൾക്കല്. പാട്ട് കേൾക്കുന്നത്. പിന്നെ പൂച്ചകള്. പൂച്ചകൾ, അതൊക്കെ ഭയങ്കര അഡിക്ഷൻ ആണ്. ശരി, ജയകുമാരേട്ടനോ? അഭിനയത്തോട് അഡിക്ഷൻ. അഭിനയത്തോട് ഉള്ള ഒരു അഡിക്ഷൻ. ശരി, ഇനി വീണ്ടും നമുക്ക് അഞ്ജനയിലേക്ക് പോകാം. സ്റ്റാൻഡേർഡ് ഉത്തരങ്ങളാണ് അഞ്ജനയ്ക്ക്. അതായത് എനിക്ക് ഒരു ദിവസം പോലും ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്ത്? തിന്നാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ചെയ്യാതിരുന്ന എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതെന്നെ പറഞ്ഞ 2 മണിക്കൂർ കൂടുമ്പോ എനിക്ക് വിശക്കും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. 2 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണം കഴിക്കണം? അയ്യോ, അങ്ങനെയല്ല. ഇപ്പൊ ഭക്ഷണം കഴിക്കാത്തോണ്ട് ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ 2 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും. ശരി, ഇങ്ങനെ ഈ സൗന്ദര്യം ഇങ്ങനെ നിലനിർത്താനായിട്ട് ഞാൻ ചെയ്യുന്ന സ്ഥിരം ഒരു കാര്യമാണ്. എന്ത്? ചേട്ടൻ ഇപ്പൊ ആലോചിച്ചെന്ന്, എനിക്ക് ഇത്രയും സൗന്ദര്യമുണ്ടോ ഭഗവാനെ? പച്ചവെള്ളം കുടിക്കുക. മടമടാതെ പച്ചവെള്ളം കുടിക്കുക. അതാണ്
നല്ല പച്ചവെള്ളം രാവിലെ എഴുന്നേറ്റ് മടം കുളിച്ചു കഴിഞ്ഞാൽ ഈ സൗന്ദര്യം അങ്ങ് കിട്ടും. അത് എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കാവുന്ന കാര്യമാണ് അല്ലേ. അഞ്ജനയാണെങ്കിൽ പച്ചവെള്ളം കുടിക്കുകയും ചെയ്യും, ചിലപ്പോ മിക്സ് ചെയ്ത് കുടിക്കും. സാക്ഷ പൊട്ടി പുറത്ത് പറയല്ലേ, ഉഗാണ്ടം വരാഗി. ഓക്കെ, ഇനി ഒരിക്കലും ചേരാത്തൊരു സഹപ്രവർത്തകൻ. അയ്യോ, പറഞ്ഞോ, കുഴപ്പമില്ല. അങ്ങനൊന്നും ആരുമില്ല. അല്ല, ചിലപ്പോ അതായത് ചേരാത്ത ദുഷ്ടൻ എന്നുള്ള രീതിയിലല്ല. ചിലപ്പോ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഓ ഞങ്ങൾ തമ്മിൽ മുന്നാളാക്കി കീരിയും പാമ്പുമാണ് എപ്പോഴും, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ സഹപ്രവർത്തകർ? അതെ, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടു പറഞ്ഞ മൂന്നാമത്തെ നടിയാ. പിന്നെ നമ്മുടെ KS പ്രസാദ്. കേക്കണ്ട, പറയും അടുത്ത ഇത് എപ്പിസോഡ് ടെലികാസ്റ്റ് ഒന്ന് അടുത്ത ദിവസം തന്നെ വിളിക്കും. പ്രസാദ് ഞങ്ങൾ അന്നും ഇന്നും അടിയാ. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും അല്ലേ. ഇങ്ങോട്ട് ചൊറിയും, കുറച്ചേരൊക്കെ ഞാൻ സഹിച്ചിരിക്കും. പിന്നെ അങ്ങനെ കട. അതെ അതെ. ഇനി ജയകുമാരേട്ടനോടാണ്, ഫുഡിനോട് ഏറ്റവും കൂടുതൽ ആക്രാന്തം തോന്നിയിട്ടുള്ള ഒരു പ്രവർത്തകൻ ആരെങ്കിലും ഉണ്ടോ? സഹപ്രവർത്തകൻ അല്ല, പക്ഷെ മനോഹരമായിട്ട് ആഹാരം കഴിക്കുന്നവരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ഒരു സഹപ്രവർത്തകൻ ആരാണ്? കലാപരമായിട്ട് ആഹാരം കഴിക്കുന്ന ഞാൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ സെന്തിൽ കൃഷ്ണ. അത് കൊതിയാകും ആഹാരം കഴിക്കുന്ന. വളരെ കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും ഒക്കെ കഴിച്ച്, സദ്യയാണെങ്കിൽ അതെല്ലാം അങ്ങനെ വേണം കഴിക്കാൻ. അതെ, അങ്ങനെ കഴിക്കണം, അങ്ങനെ കഴിക്കണം. നമ്മൾ ലാലേട്ടനെ കുറിച്ചും അങ്ങനെ ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ, ലാലേട്ടന്റെ കൂടെ ഭക്ഷണം കഴിക്കണം. വേറൊന്നുമല്ല, അത് ഇന്നാളെ MG ചേട്ടൻ ഞങ്ങള് ഷോക്ക് പോയപ്പോ ഞാൻ എപ്പോഴും ക്ലീൻ ആക്കി വെക്കും പ്ലേറ്റ്. അപ്പൊ എല്ലാരും കളിയാക്കും, അയ്യോ ഇനിയിപ്പോ ഇത് കഴുകണ്ടല്ലോ, അങ്ങനെ ഞാൻ അങ്ങനെ കഴിക്കത്തുള്ളൂ. അപ്പൊ MG ചേട്ടൻ പറഞ്ഞു, ഇത് കാണണ്ട, ലാലേട്ടൻ ഇപ്പൊ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അന്നത്തോടെ ആഗ്രഹം വന്നതാ. അതെ, ലാലേട്ടന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിക്കണം. അന്ന് ഇഷ്ടപ്പെടാത്ത കറിയാണെങ്കിൽ അഞ്ജന പഠിച്ചു പ്ലേറ്റ് നോക്കൂ, ഞാൻ ശരി. എന്തായാലും ഉടനെ ആഗ്രഹം സാധിക്കട്ടെ അല്ലേ. അഞ്ജനയുടെ ആഗ്രഹം സാധിക്കട്ടെ, ലാലേട്ടന്റെ ആഗ്രഹം സാധിക്കട്ടെ, എല്ലാം സാധിക്കട്ടെ. ഇനി അഞ്ജനയുടെ അടുത്താണ് അടുത്ത ചോദ്യം. ഏറ്റവും സത്യസന്ധനായ ഒരു സഹപ്രവർത്തക പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? പെട്ടെന്ന് ചോദിച്ചു ജയകുമാരേട്ടൻ. ഞങ്ങളിപ്പോ വർക്കുന്നല്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഭയങ്കര ഞാൻ ജെന്യൂനാണ്. അങ്ങനെയുള്ള ആൾക്കാർ റയറാണ്. ഇനി അടുത്ത ഇതേപോലത്തെ ഒരു ചോദ്യം, അതായത് വെള്ളപ്പൊക്കം വരികയാണ്. ജയകുമാരേട്ടന്റെ വീട്ടിൽ വെള്ളപ്പൊക്കം ഇങ്ങനെ വന്ന് വെള്ളം മുട്ട് വരെ എത്തി. പക്ഷെ നമ്മൾ രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം, ഫേവറേറ്റ് ആയിട്ടൊരു സാധനം എടുക്കണം കയ്യിൽ. അങ്ങനെയാണെങ്കിൽ എന്തെടുക്കും വീട്ടിൽ നിന്ന്? അത് ഫസ്റ്റ് പേഴ്സ് എടുക്കും. രക്ഷപ്പെട്ടു. അതിനകത്താണ് ആധാർ കാർഡ്, ATM കാർഡ്, സാധനങ്ങളെല്ലാം. അപ്പൊ ഇത് എങ്ങനെയും നനയാതെ നമ്മള് രക്ഷപ്പെടുക. നമ്മുടെ പോലെ ഇമ്പോർട്ടന്റ് ആണ് പേഴ്സ്, അത് എടുക്കും. അഞ്ജു എന്തായിരിക്കും എടുക്കുക? ഞാൻ എന്റെ പാസ്പോർട്ട് എടുക്കും. അതെന്താണ്? എങ്ങാനും ഇറാനി അതെ, എനിക്ക് സ്വർണ്ണവും വേണ്ട, ഒന്നും വേണ്ട, പക്ഷെ എനിക്ക് പാസ്പോർട്ട് ഇട്ട് എനിക്ക് പോണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒരു വേറെ എന്താണ് പാട്ട്, അഞ്ജന പാട്ട് പാടി, ഇനി ജയകുമാരേട്ടൻ നമുക്ക് വേണ്ടി പാട്ട് പാടുമോ, ഡാൻസ് ചെയ്യോ, എന്താണ് ഇനി നമുക്ക് അടുത്ത വേണ്ടി ചെയ്യാൻ പറ്റുക? നമുക്കൊരു ഡാൻസ് ചെയ്യിപ്പിച്ചാലോ? എനിക്കൊരു ആഗ്രഹം കാണണമെന്ന്. അതെ, മാക്കും ശ്രീക്കും പിന്നെ അതിന്റെ കൂടെ ഏതോ ഒരു നമ്മൾ 3 പേരും കൂടി ഒരു ഡാൻസ് കളിച്ചാൽ നന്നായിരിക്കും. അതെ, നമുക്ക് ശ്രമിച്ചു നോക്കാം. അതെ, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പ്രകാരം അടിപൊളി ഒരു ഡാൻസ് നമുക്ക് വേണ്ടി കളിച്ചു തന്ന ഇവർക്ക് 2 പേർക്കും നല്ലൊരു കയ്യടി. അതുകൂടാണ്ട് വേറൊരു സമ്മാനം കൂടി ഞാൻ നിങ്ങൾക്ക് തരും.
നമുക്ക് നമ്മുടെ പെർഫോമറെ വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്ന ഒരു മിടുക്കി കുട്ടി ഇവിടെ കാത്തിരിക്കുന്നതിന് വിളിക്കാം അല്ലേ? സോ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കൃഷ്ണ. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം കൃഷ്ണ? സുഖമായിട്ടിരിക്കുന്നോ? ശരി കൃഷ്ണ, എന്ത് ചെയ്യണു ഇപ്പൊ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന? കോളേജ്? ഞാനിപ്പോ 12th പഠിക്കുന്നത്. അതിന്റെ കൂടെ പാട്ട്. കൃഷ്ണ ഒരു സിംഗറാണ് കേട്ടോ. അതായത് വളരെ മനോഹരമായിട്ട് പാട്ട് പാടുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമയിലും സ്റ്റേജിലും ഒക്കെ സിനിമകളിൽ പാടി വരുന്നു അല്ലേ? ഞാൻ ഒരു ഫിലിമിൽ പാടി. അതെ, ആ വിശേഷം പറയൂ. ഹിന്ദി ഫിലിമാണ്. ഹിന്ദി ഫിലിം. അച്ഛൻ ചട്ടൻ എന്ന് പറഞ്ഞിട്ട് ശിവമണി സാറിന്റെ മൂവിയായിരുന്നു അത്. ലീഡ് പാടിയിരിക്കുന്നത് അമിതാഭ് ബച്ചൻ സാറാണ്. കൂടെ പാടിയത് ഞാൻ. അതൊരു അടിപൊളി ന്യൂസ് ആണ്. അമൃത ടിവിയിലൂടെ ആണെന്ന് തോന്നുന്നു അല്ലെ? റിയാലിറ്റി ഷോയിലൂടെയാണ് ആദ്യമായിട്ട്. ഫസ്റ്റ് റിയാലിറ്റി ഷോ അമൃത ടിവിയിലാണ്, സൂപ്പർ സ്റ്റാർ ജൂനിയർ ആയിരുന്നു. ആ ഓഡീഷൻ ഓർമ്മകൾ എന്തെങ്കിലും ഇപ്പോ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ വന്നപ്പോ കുറെ വർഷത്തിന് ശേഷം ആക്ച്വലി തറവാട്ടിൽ വന്ന പോലെ. ആദ്യം ഓഡീഷൻ വന്നപ്പോഴത്തേനും പാടി വിധു പ്രതാപ് ചേട്ടനും സുജാത ആൻറ്റിയും കൃഷ്ണദൻ സാറുമായിരുന്നു ജഡ്ജ്. പാടിയപ്പോൾ ആദ്യം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞ് തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞു വിട്ടു, ഔട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. പിന്നെ വിളിച്ചിട്ട് ഞാൻ വിചാരിച്ചു നീ പറ്റിച്ചെന്ന് വിചാരിച്ചു. എന്നിട്ട് തിരിച്ചു വന്നപ്പോ മുട്ടായി തന്ന് പറഞ്ഞു വിട്ടു. വീണ്ടും തിരിച്ചു വിളിച്ചപ്പം സെലക്ഷൻ തന്നു. അപ്പൊ ഞാൻ കുഞ്ഞല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനി വേണ്ട, നിങ്ങളുടെ സെലക്ഷൻ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് കിട്ടി. എങ്ങനെയാണ് ഇപ്പോ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാനാണ് ഇപ്പോ കൃഷ്ണയുടെ മനസ്സിൽ ആഗ്രഹം? പാട്ട് എന്തായാലും ലാസ്റ്റ് വരേക്കും ഞാൻ കൊണ്ടുപോകും. ഒരു പ്രൊഫഷൻ ആയിട്ട് തന്നെ എടുക്കാൻ ഉറപ്പായിട്ടും. എങ്ങനെയായിരുന്നു ഹിന്ദി പാട്ടില് പാടാൻ വിളിച്ചപ്പോൾ ഉള്ളൊരു റെക്കോർഡിംഗ് എക്സ്പീരിയൻസ്? ആക്ച്വലി വിളിച്ചപ്പോൾ ഇങ്ങനെ റെക്കോർഡിങ്ങിന് വിളിച്ചു. ഒരു പാട്ട് അത്രേ പറഞ്ഞുള്ളൂ. അവിടെ ചെന്നപ്പോൾ അവര് ലിറിക്സ് ഒക്കെ തന്നപ്പോൾ ഹിന്ദി. അപ്പം ഭയങ്കര ഡൗട്ടായിരുന്നു, എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അപ്പം ശിവമണി സാറിന്റെ പാട്ടാണ് അത്രമാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ ഫിലിമാണെന്ന് പോലും പറഞ്ഞില്ല. പിന്നെ അത് പാടിക്കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു. ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഫിലിം ആ സോങ് ഉടനെ ഇറങ്ങും, ഇങ്ങനെ ഫുൾ പേരൊക്കെ ചോദിച്ചു. അപ്പം ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. പക്ഷെ അപ്പോഴും ഈ അമിതാഭ് ബച്ചൻ സാർ ആണ് ലീഡ്, അതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഞാനൊരു ദിവസം ഇന്ന് വരുമെന്നറിയാം, പക്ഷെ എങ്ങനെ ഏതെന്നൊന്നും അറിയില്ല. അപ്പം ഇൻസ്റ്റഗ്രാം നോക്കിയപ്പം ഞാൻ അമിതാഭ് ബച്ചൻ സാറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നോക്കിയപ്പം സാറ് പാടിയ പുതിയ പാട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്ലേ ചെയ്തപ്പോൾ ഇത് ഞാൻ പാടിയ പാട്ടല്ല എന്ന്. അപ്പോൾ ഞാൻ ഈ ബാക്കി കേട്ടപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ആദ്യം അമിതാഭ് ബച്ചൻ സാറ് പാടി, പിന്നെ ബാക്കി ഞാനൊക്കെ ഇങ്ങനെ പാടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഭയങ്കര ഷോക്ക്ഡായിരുന്നു. പിന്നെ അദ്ദേഹമാണ് പാടിയെന്ന് അറിഞ്ഞപ്പോൾ ഉള്ളൊരു ഇത് ഭയങ്കര ഷോക്ക്ഡായിപ്പോൾ, ഇത്രയും വലിയൊരാള് പാടി എന്നൊക്കെ പറയുമ്പോൾ. എന്നെ പോലെ എല്ലാവരും ഷോക്ക്ഡായിരുന്നു, ഇങ്ങനെ അമിതാഭ് ബച്ചൻ സാറല്ലേ, അതുകൊണ്ട്. ഓക്കെ, അടിപൊളി. ഇനി നമുക്ക് അമ്മയെ കൂടി ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പോ അമ്മയുടെ പേര് ആദ്യം തന്നെ പറയൂ. വീണ. മോളുടെ ഈ സിംഗിങ് കരിയറിനെ കുറിച്ചിട്ട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സിംഗിങ് ഞാൻ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഒന്നും നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാം തനിയെ ആ ടൈം ആകുമ്പോഴത്തേക്ക് തന്നെ അത് ചെയ്തോളും. ഈ പാട്ടുകൾ സെലക്ട് ഇപ്പൊ ഏതെങ്കിലും കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോ ചേച്ചി പറയാറുണ്ടോ ഇന്ന പാട്ട് പാടിയ നിന്റെ വോയിസിന് നന്നായിരിക്കും അങ്ങനെയൊക്കെ? ചേച്ചിയാണ് പറയുന്നത്. ഞാൻ പറയുന്ന മൈൻഡ് ചെയ്യാറില്ല, അമ്മ പറയണ്ട, ചേച്ചിയാണ് ചേച്ചി പറയുന്നത്. അങ്ങനെയാണ്. അപ്പോ എന്തായാലും എല്ലാവരും പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇനി നമുക്ക് ഏത് പാട്ടാണ്? മായാമഞ്ചിൽ, മലയാളം എന്റെ ഫേവറേറ്റ് സോങ്, അഞ്ജനയുടെ ഫേവറേറ്റ് സോങ് തന്നെയാണ് ഇന്ന് കൃഷ്ണ പാടാൻ പോകുന്നത്. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളി, കാണാ തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലി, ആരും പാടാത്ത
തൂകി മലർത്താലം കൊണ്ടുവന്നതാര് എഴുതിരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് കനകമഞ്ചാടി പോലെ അഴകു തൂകുമീ നേരം ഏതൊരോർമ്മയിൽ നിന്നു നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളി കാണാ തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലി ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവു പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളി. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും? നന്നായിട്ടുണ്ട്. അതെ, ഫേവറേറ്റ് സോങ് പാടിക്കൊടുത്തതിന് സന്തോഷം അഞ്ജലിക്കുണ്ട്. ആൻഡ് എനിക്ക് തോന്നി, അതായത് കൃഷ്ണയുടെ ഒരു സ്റ്റൈലിൽ ആ പാട്ടിന് പാടിയിട്ടുണ്ട്. അതായത് നമ്മൾ കേട്ട പാട്ട് അത് കൂടാണ്ട് കൃഷ്ണ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമ്മാനം കൃഷ്ണക്കുട്ടിക്ക് കൊടുക്കാനുണ്ട്. എഴുതിരി വിളക്കിന്റെ മുൻപിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര് എഴുതിരി വിളക്കിന്റെ മുൻപിൽ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അതിൻ്റെ കൂടെ നല്ല പാട്ട് കേട്ടു. എല്ലാം കൊണ്ടും ഇന്നത്തെ എപ്പിസോഡ് സൂപ്പർബായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ പക്ഷേ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വലിയ നന്ദി ഞങ്ങളുടെ ഷോയിന്റെ ഭാഗമായത്. ഉരുളക്കുപ്പേരി കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം നിങ്ങളുടെ ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഡെപ്ത് അവർക്ക് മനസ്സിലായി. അവരെല്ലാവരും കാത്തിരിക്കുകയാണ് മണിക്കുട്ടനെയും ശ്രീകുട്ടിയെയൊക്കെ. അതെ, ബാക്കു ശ്രീകു. അപ്പൊ അവരുടെ തിരിച്ചുവരും ആഘോഷമാക്കാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അപ്പൊ ഉരുളക്കുപ്പേരിക്കും ആ ടീമിനും എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് നമ്മുടെ കൃഷ്ണയുടെ ഒരു പാട്ടും കൂടി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുണ്ട് അല്ലേ? സോ ആ മനോഹര ഗാനത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ. ദിസ് ഈസ് റെഡ്.